ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേൻ്റെ ഒരു കണ്ടൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വില്ലേജിനടുത്തുള്ളൊരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നിങ്ങൾക്ക് കാണിച്ചതിന് മുമ്പല്ല ഞാൻ ഒരിക്കൽ അറിയാണ്ടാക്കിയ തുള്ളിപ്പോയി. അന്നേരം വീഡിയോ എടുത്ത് ഞാൻ വിചാരിച്ചു, പക്ഷേ വീഡിയോ കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ ആ കണ്ടൻറ്റ് പോയിട്ടുണ്ട്. കണ്ടൻറ്റിൻ്റെ ഒപ്പം ഞാൻ കൊണ്ടുപോയ സാധനങ്ങളും അവിടെ വീണ് പോയി ഗ്യാസ്. അപ്പോൾ ഇനി അതെടുക്കണം, നമുക്കത് എടുക്കാൻ പോവാം. ഇങ്ങോട്ട് മറ്റേന് പോയിനി ഒരു പന്ന മറ്റേ അമ്പോളി നമ്മൾ അടിച്ചങ്ങ് കിട്ടു ഗൈസ്. ഹായ് ഗൈസ്, ഞാൻ വരച്ച വെള്ളം ഗൈസ്. ഇവിടെ നിന്നായിരുന്നു ഞാൻ മരിച്ചത്. എൻ്റെ കർമ്മങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്തത്. എൻ്റെ XP ആണെന്ന് ഓടിക്കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യം പോയി ലൈറ്റ് എടുക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും കാണിച്ചു നോക്കാം. ലൈറ്റ് എന്ത് സുഖമാണീ വീഴ്ച. ഓക്കെ ഗായ്സ്, ഒരമ്പനെ കിട്ടിയിട്ടുണ്ട്, ഒരമ്പ്. ഓ അമ്പോളി, നീ ചുണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ചുണയുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. അയ്യോ ഗൈസ്, ഇത് വലിയൊരു ഗെയിമാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് തരൂ. ഇനി ആ സാധനങ്ങൾ എടുത്തിട്ട് വേണം എനിക്ക് മറ്റേ അയണിൽ ശേഖരിക്കാൻ പോയ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ചാവുക നോക്കാം. ചത്തിട്ടില്ല. ഒരു ക്രീപ്പറുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് ഇവനെ എന്തിനും അണ്ണാൻ കൊണ്ടുവരാനല്ല, അമ്പോളിയെ ക്രൂരമായി കൊല്ലാം. അയ്യോ ക്രീപ്പർ. ഗായ്സ്, ഹിയർ ഈസ് വാർഡൻ. എൻ്റെ മോനെ, ഇവിടെ വാർഡൻ്റെയും കൂടി കുറവേ ഇല്ലേനും, ബാക്കിയെല്ലാം ആയിനു. ഗായ്സ്, ഇവിടെ വാർഡനുണ്ട്, നല്ല രസമുണ്ട് ഗായ്സ്. വാർഡൻ എനിക്ക് ഭയങ്കര ഭാഗ്യം, വെറുതെ പറയുന്ന ആൾക്കാർ ഭയങ്കര തികച്ചും നല്ല ഭാഗ്യം ഗായ്സ്. പുറത്ത് നല്ല മഴയാണ്. എന്ത് മഴ, ഇവിടെയും മഴ അവിടെയും മഴ. നമുക്ക് നമ്മൾ സാധനം എടുക്കണം ആദ്യം തന്നെ. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇവനെ കണ്ടു. ഇവനെ തച്ചങ്ങ് കൊല്ലട്ടെ. പടാ 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 പടാ, പോയി തരത്ത് കഴിക്കടാ. എന്നാ നോക്കിക്കുന്നു. ഇങ്ങനെ ഇരിക്കണ തുള്ളാനോട് കഴിഞ്ഞേക്കണേ. അവിടെ ഓക്കെ. നീ വെറുതെ ആൾക്കാരാൻ്റെ ആട്ടുകളെ നിൽക്കുന്നേ. എനിക്കെല്ലാം പോയി ചത്തൂടെ, പോയിട്ട് ഏതെങ്കിലും വെള്ളത്തിൽ മുങ്ങി ചാവ്. നീയല്ലേ ഇനിയെല്ലാം എന്തിനാ കൊള്ളുക. നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ടാത്തൊരു സാധനം, അതിന് പേര് സോംബിയൊന്നും. ഇങ്ങനെ കാണുമ്പോൾ മുത്തി അടിച്ചിട്ട് എന്നോടാ ചത്തു പോയി കളിക്കടാ. നീ എന്നാ കളിക്കുന്നീ? കൊത്തേ അതുകൊണ്ട് 2 പച്ച സാധനം ഞാൻ ഇങ്ങെടുത്ത്. വേറെ നല്ല XP നമുക്ക് മെല്ലെ അങ്ങോട്ട് പോയാൽ ഹായ്. ഞാനാ ഒരു അനിയനാ. എടേ ഈ അനിയനാ, ചാവടാ. പോടെ. നീ തുള്ളിയൊക്കെ ഇങ്ങോട്ട് വേടാ. മാപ്പിള ഇങ്ങോട്ട് വേ. നല്ല പറഞ്ഞു ഇങ്ങോട്ട് വേടാ. അമ്പടാ ഭയങ്കര ബുദ്ധിയാ. ഇങ്ങോട്ട് വേടേ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പിസ്കോ. എടാ മോനെ, ഇങ്ങോട്ട് വേടേ. പോയാ കൊന്നേ. ഓയ്, നമുക്ക് ടോർച്ചിങ് എടുക്കാം. എന്നിട്ടത് ലെഫ്റ്റ് ഹാൻഡിൽ വെക്കാം. എന്നിട്ട് കുഴിയിൽ ചാടി കൊടുക്കാം. ചത്തിനോ അതോ ജീവനോടെ ഉണ്ടോ? സന്നെ പൊടിച്ച് ചത്തിനോ ഇതൊക്കെ. ഇനി എൻ്റെ സാധനങ്ങൾ എവിടെ പോയി എന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ 6 അയനാണ് ഗൈസ് പോയത്. 6 അയൺ അത് പോയി ഗൈസ്. അത് ഒഴുകിപ്പോയി ഗൈസ്, ഒഴുകിപ്പോയി. അപ്പോൾ അതൊക്കെ പോയി എന്ന് വിചാരിക്കണം ഞാൻ. അയണും പോയി. പന്ന സ്കേറ്റിനെ കൊല്ലും.
തുള്ളിപ്പടാ. നമുക്ക് മെല്ലെ പോയിട്ട് മറ്റേ ഇത് നോക്കാം, വാർഡിൻ്റെ ഏരിയ നോക്കാം. ഇതാ എടാ മോനെ സുഖല്ലേ? ഓക്കെ ഗായ്സ്, എനിക്ക് ബേക്കുന്നൊക്കെ അടിയിടുന്നുണ്ട്. ചോണയുടെ മുമ്പിൽ ഒന്ന് അടിക്കടാ. ആ പോടാ നീ പൊട്ടടാ. ഓഹോ അന്നെ ഓടി വെക്കാനായ നീ. ശരി, ക്രീപ്പർ പൊട്ടി നീ ചാവണ. പൊട്ടറാ പൊട്ടേ ചത്തില്ല. ഓക്കെ, എങ്ങനെ ഇരിക്കണേ? ക്രീപ്പറിൻ്റെ പേര് എന്നെ മാത്രമല്ല ത്രാറ്റ് ചെയ്യുള്ളൂ. അപ്പം മൂഞ്ചി നമുക്ക് ഇവിടെ ഇതൊക്കെ ഷാൻ എടുത്തിട്ട് പോകാം. ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് ഇതെടുത്തിട്ട് കുറച്ച് ആയുധം ഉണ്ടാക്കാം. നമുക്ക് പിന്നെ എല്ലാം ഇല്ലോണ്ട് കുഴപ്പമില്ല. ഒരു ഷവല് വേണോ? ഷവല് വേണ്ട. ഫുഡില്ല മൂഞ്ചി. ഫുഡ് ഗൈസ്, ഫുഡ് വറക്കാത്ത ഫുഡ്. ഹായ് ഗൈസ്, ഗോൾഡൻ ആപ്പിൾ. തിന്നേ വിശക്കണില്ല. നമുക്ക് ഇത്രയും സാധനം കിടച്ചിട്ട് അവരെ പോയി കൊല്ലാം, റിവെഞ്ച് എടുക്കാം. ദ റിയൽ റിവെഞ്ച് ടൈം ഗൈസ്. നമുക്ക് റിവെഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് റിവെഞ്ച് എടുക്കാൻ പോകാം. അതിന് മുമ്പ് ലൈറ്റ് എടുക്കാം. റിവെഞ്ചിന് മുമ്പ് ലൈറ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗൈസ്. നമ്മുടെ ഈ എപ്പിസോഡ് മൂഞ്ചി എപ്പിസോഡ് എന്ന പേരിൽ അറിയപ്പെടും. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ ഞാൻ സ്കെൽറ്റനെ റിവെഞ്ച് എടുക്കാൻ പോവുകയാണ്. ലൈറ്റ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച് സ്കെൽറ്റൻ നിലം പരിശാകും. അയ്യോ ഗൈസ്, എന്നെപ്പോലെ ഒരു പാവപ്പെട്ട ചെക്കനെ ആ സ്കെൽറ്റനെ എങ്ങനെ കൊല്ലാൻ തോന്നി? എൻ്റെ 6 അയൺ ആ സ്കെൽറ്റൻ തൊലച്ചു. സീടക്കാറ്റാണ് ഞാൻ മറ്റേ വാർഡൻ്റെ സാധനം കണ്ടത്. വാർഡനെ സ്പൂണാക്കുന്ന സ്ഥലം കണ്ടു ഞാൻ. ഇതാ ചാവ് ഒറ്റയ്ക്കാവ്. ഞാൻ ഒറ്റയ്ക്കാവണോടാ. ഞാൻ ഒരു കാലത്ത് നിന്നാവില്ല. ഞാൻ ഒറ്റയ്ക്ക് കത്തിട്ട് പൊട്ടനെ പോലത്തെ. നമ്മൾ ചാവാണ്ടിരിക്കാൻ നോക്കുമ്പോൾ പൊട്ട ഒറ്റയ്ക്കാവും. സോംബി ഞാൻ താഴ്ത്ത് കഴിഞ്ഞില്ല. കൈസ്, അവിടെ ഒരു വെളിച്ചം കാണുന്നു, വെട്ടം കാണുന്നു ഞാൻ. അതെന്താണ്? ലാവ. നമുക്ക് ആ സ്കെൽറ്റനാണ് എൻ്റെ റിവെഞ്ച് ടൈം. എൻ്റെ മോൻ എന്നിട്ട് എന്നെ ഒന്നും കൂടി കൊല്ലേ ഗൈസ്. ബേക്കുന്ന തന്നെ പൊരുത്തടിച്ചാൽ ഞാൻ നിലംപരിശാക്കും. ഓക്കെ, വെള്ളത്തിൻ്റെ തൊട്ട് മേലെ പോയി നോക്കുക. എന്നിട്ട് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ദിസ് ഈസ് റാങ്ക്. ഇതെന്താണ് ഗൈസ്? എടാ പന്ന സ്കെൽറ്റ നീ പിന്നെ അടിക്കുന്നതാടാ. റിവെഞ്ച് ടൈം. അയ്യോ അയ്യോ ഇതെത്രയാ? ഞാൻ സ്കെൽറ്റനെ മാത്രം റിവെഞ്ച് ചെയ്യുന്നു. പോടാ ഗൈസ്. അവനെ തട്ടി താഴോട്ടിട്ടു. ഇപ്പോൾ വാർഡൻ വരുന്നു, എന്നെ തച്ച് കൊല്ലുന്നു. നമുക്ക് അവർ പിറകെ തന്നെ പോയാലോ? സ്കെൽറ്റൻ അവനാണ് എൻ്റെ ലക്ഷ്യം. അവനെ ഞാൻ തള്ളി ഉന്തിയിട്ട് കൊന്നു. ഞാനിപ്പോൾ സേഫായ സ്ഥലത്താണുള്ളത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നമുക്ക് മുകളിലോട്ട് പോകാം. ഹൈ ക്രീപ്പർ ഗൈസ്, ഈ എപ്പിസോഡ് ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിനൊക്കെ നല്ല കണ്ടൻറ്റുമായിട്ട് വരാം എന്ന് ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിന്ന് എത്ര തവണ ചത്താലും ഞാൻ പഠിക്കൂല. ഞാനിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമുക്കൊന്ന് കിടന്നിറങ്ങാം, കാര്യമായിട്ടൊന്ന് കിടന്നിറങ്ങാം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മാറ്റി നമുക്ക് നേരെ പാവം കൈവാടൊന്നോട്ട് നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഇനി ഇവിടുന്ന് കൂടിയ ഭരിക്കണ്ട, കുഴപ്പമില്ല. ബാക്കിയെല്ലാം അതിന് എന്താ
ആ ഇന്നെപ്പോലത്തെ സാധനം കാണാൻ എനിക്ക് വെല്ലുവിളി. ആ കത്തിച്ചാവടാ നീ, കത്തിച്ചാവ്. ആ ആ മറപ്പ് കൊല്ലടോ, ഇവിടെ കൊല്ലണം. എനിക്കൊരു അടി അടിക്കാനാ അവിടെ തന്നെ അടിക്കാനാവും അടിക്കടാ. സാല ഒന്നുകൂടി അടിക്കടാ, ധൈര്യമായിട്ടൊക്കെ ഒന്നുകൂടി അടിക്കടാ. ചത്ത് നിലം. ഇവൻ്റെ 2 പച്ച സാധനം ഞാൻ എടുത്തു. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിന്ന് എപ്പിസോഡിൽ നമ്മളെ വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കേവല്ല വീട്. നമുക്കിത് നോക്കാം. നമ്മളെ കൃഷി നമുക്ക് ഇന്ന് പറിക്കാം. ഓക്കെ, കൃഷി ചവിട്ടി പറിക്കാം. ഹോയ്, എല്ലാം വളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൃഷി പറിക്കുന്നതായിരിക്കും, വിളവെടുക്കുന്നതായിരിക്കും. നമുക്ക് മെല്ലെ മേലോട്ട് കയറാം. ഓയ് 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 ഓ വാട്ട് എ നൈസ് ഹൗസ്. ഇതാരുടെ കലാസൃഷ്ടിയാണോ ഇത്രയും നല്ലൊരു വീട്? എന്തൊരു മനോഹരമായ, പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഉള്ളിൽ കയറിയാൽ ഒന്നിനും കൊള്ളാത്തൊരു വീട്, ഇതിനും വലിയ ഒന്നിനും കൊള്ളാത്തൊരു വീട് എവിടെ ഉണ്ടാകും? പുറത്തുനിന്ന് കാണുമ്പോൾ എന്നാ ലുക്ക്. ഇങ്ങനെ ഓടി തുള്ളിപ്പടച്ച് അതിൻ്റെ ഗ്ലാമർ കാണാൻ ഉള്ളിലോട്ട് കയറിയാൽ ഒന്നിനും കൊള്ളാത്തൊരു വീട്. ഓഹോ, നമുക്കിതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു സൈഡിലാക്കണമെന്ന്. മടി കൊണ്ടാക്കിയിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതാക്കും എന്ന് വിചാരിക്കണ്ട. ഇനി ഈ സൈഡിലെല്ലാം കുറച്ചും കൂടി ആക്കണം. ഇതെല്ലാം മാറ്റിയിട്ട് വെക്കണം. പിന്നെന്തേനും ഇവിടെ ഒരു വുഡ് ഞാൻ പറിച്ചിനേനു. നമുക്ക് അത്യാവശ്യം വന്ന ഒരു വുഡ് ഇടുന്ന് മോഷ്ടിച്ചിട്ടായിരുന്നു. ഇത് തന്നെ. ഇത് നമുക്ക് അവിടെ തിരിച്ചു വെക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് ഇപ്പം തന്നെ 12 മിനിറ്റായി. ആ ലൊട്ട പോലത്തെ കേവിൽ കഴിഞ്ഞാൽ എല്ലാം പറ്റിയത്, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മൈനിങ്ങിന് പോയിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് കുറേ അയൺ സംഘടിപ്പിക്കണം. ആ അയണിൽ നിന്ന് നമുക്ക് എന്താക്കണം, അയൺ ആർമർ. ഇപ്പം ഞാൻ വെറും തൊലി കാണിച്ച് നടക്കുന്നില്ലേ. ആകെ എനിക്ക് നാണം മറക്കാൻ ഒരു കുപ്പായി ഒരു ട്രൗസറുമാണുള്ളത്. അത് മാറ്റി ഫുൾ അയൺ ആർമറായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതിനുവേണ്ടി നാളെ നമ്മൾ ഒരു മൈനിങ്ങിന് പോകും. ആ മൈനിങ് എവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ബാക്കോട്ടാണ് നമ്മൾ മൈനിങ് സെറ്റാക്കുക. അപ്പോൾ വീടെ കാറ്റാക്കിയിട്ട് മൈനിങ് സെറ്റാക്കും. വീടുന്നായിട്ട് അങ്ങോട്ട് ഇപ്പോൾ ഓർമ്മ വന്നു. ഇവിടെ ഒരു കൃഷി ഉണ്ടായിരുന്നല്ലേ, ലൊട്ട പോലത്തെ കൃഷി. ഇത് വളരുമില്ല. ഇതെപ്പോൾ വളരുക? ഇനി വെള്ളവും ഞാൻ പറയുന്നില്ല, എല്ലാം കൊടുത്ത് ഇതെപ്പോൾ വളരുക? പിന്നെ ഇതിൻ്റെ അടുത്തെവിടെ മറ്റേ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്, അതെല്ലാം കണ്ടുപിടിക്കണം. ഈ സീഡ് നല്ല സീഡാണ്. ഞാനും നല്ല കളിക്കാരനായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേൾഡ് ഡിപ്ലേ പോയിട്ടുണ്ടാവുകയും. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ഒന്നിനും സെറ്റാക്കണ്ടേ. അയണാർ കൂടെ സെറ്റാക്കാനുള്ള പരിപാടി നോക്കണം. നല്ല വൃത്തിക്ക് മൈനിങ് എല്ലാം പോയിട്ട് സെറ്റാക്കണം. ഇവരെ 2 ആൾക്കാരെ ഞാൻ കൊന്നതാണ്. ഇവനെയും കൂടി ഞാൻ കൊന്നേക്കാം. എടാ മോളെ, നീ ഇമ്പിസിബിളായി ഇങ്ങനെ മതി പാഞ്ചിച്ചോട്ടെ. ഇപ്പം തന്നെ വീഡിയോ ഏകദേശം 13 മിനിറ്റിനടുത്തായി, 14 മിനിറ്റിനടുത്തായി. എന്നാൽ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് പൂതി പറഞ്ഞില്ല. എന്തൊരു നല്ല വീട്. ഹോയ്, ഞാൻ പറഞ്ഞാലേ ഈ വീടിൻ്റെ അടിയിലൊന്നും ആക്കണ്ടേ. നിങ്ങൾ കമൻ്റ് ഇടുന്നില്ല. കമൻ്റ് ഇടാൻ ആരെങ്കിലും കാണണ്ടേ. ആകെ 2 വ്യൂവേഴ്സ്, 3 വ്യൂവേഴ്സ് ആയില്ലേ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക്. നിങ്ങളെന്താ എൻ്റെ ഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്യാത്ത? പറ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ആക്കണം. പിന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു സാധനം ആക്കാനുണ്ട്, ഒരു ബിൽഡ്. ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഒരു ബിൽഡാക്കണം. എന്താ പറയുക, എന്തെങ്കിലും ഒരു ബിൽഡാക്കണം. അത്രയേ അപ്പോൾ ഈ വീട് എത്രയേ നമുക്ക് കഴിക്കാൻ ഫുഡ് വരില്ല. നിങ്ങളെൻ്റെ ദാരിദ്ര്യം കാണണം. കഴിക്കാൻ ഫുഡ് വരില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക്
ഫുഡെല്ലാം സെറ്റാക്കിയിട്ട് മൈനിങ്ങിന് വേണ്ട ഏർപ്പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.